This is greenhouse cleaning liquid getting poured on the banana. Now let's wash this thoroughly. ഒരു മാറ്റവും ഇല്ലല്ലോ. എല്ലാ കൂട്ടുകാർക്കും ക്രിപ്റ്റോ കിഡ്സിലേക്ക് സ്വാഗതം. ഇത് ഇപ്പൊ തുടങ്ങിയ പ്രശ്നങ്ങളല്ല ബ്രോ, കുറെ നാളായിട്ട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. നിധി പണിക്ക് വേറെ ഒന്നും ചെയ്യണില്ല, അവള് പഠിക്കാൻ നോക്കണില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് 7 മാസത്തിൽ ചവിട്ടി പ്രസവിപ്പിച്ച അച്ഛനോട് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛൻ പുറത്ത് പൈസയും കൊടുത്തിട്ട് ആളെ വെച്ചിട്ട് നടക്കാഞ്ഞ കാര്യങ്ങളാണ് കഴിഞ്ഞൊരു രാത്രി കൊണ്ട് ഫ്രീ ആയിട്ട് എന്റെ അമ്മ ചെയ്ത് കാണിച്ചത്. കുടുംബത്തിലും പ്രശ്നം ഉണ്ടാക്കിയവൻ, എന്നിട്ട് സ്വന്തം അമ്മയെ പറ്റി പെങ്ങളെ പറ്റി ഊമ്പിത്തരം പറയുന്നു. മോള് പറ. അപ്പൊ അവന്റെ നല്ല സൈഡ് മാത്രം കാണിച്ചോണ്ട് പോകും, എന്നിട്ട് വീട്ടിൽ വന്നിട്ട് പ്രശ്നങ്ങളും കാര്യങ്ങളും. ഈ സോറി സർ, ഇതൊക്കെ കേസായി മാറിയിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി മാത്രം ഒരു കോടതി തന്നെ തുടങ്ങേണ്ടി വന്നേനെ. സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള്. ആക്ച്വലി പാലിന്റെ ഒക്കെ കവർ പ്ലാസ്റ്റിക് ആയതുകൊണ്ടും ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ആയതുകൊണ്ടുമാണ് കേട്ടോ നമ്മൾ ഇത് സോപ്പിട്ട് പതിപ്പിച്ച് കഴുകുന്നത്. അല്ലാത്ത ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ. പറിക്ക് വരെ സാനിറ്റൈസർ അടിച്ച് നടക്കണം എന്ന് പറയുന്നവനല്ലയോ നീ? എന്തായിരിക്കും ഉദ്ദേശം? അതെ, അത് ഇവിടുന്ന് മനസ്സിലാവില്ല, നമുക്ക് നീങ്ങിക്കാം. അവനെന്താ പറയണെന്ന് കേൾക്കാല്ല. Actually, a lot of people have mocked me while I used hand sanitizer to clean my mobile phone. അടിപൊളി. Hey girl, Huh? what's the best time for a beach cleanup? Both morning and evening time are the best. Yeah, totally. അതെന്താ നട്ടുച്ചയ്ക്ക് വന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്രാവ് വന്ന് പറിക്കടിക്കൂ? ഒന്ന് പോയടാ. ഒരു മര്യാദ വേണ്ടേ? ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. നീ ആ ബിജുണ്ണന്റെ മോനുമായിട്ട് ബൈക്കിൽ പോകുന്നുണ്ടല്ലേ? ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. ഒരു ചേട്ടന്റെ മുഖത്ത് നോക്കി സംസാരിക്കുന്ന സംസാരാണോടി നീ ഇപ്പൊ സംസാരിച്ച? ഇഷ്ടമെന്നല്ലേ പറഞ്ഞോളൂ. ആത്മാർത്ഥ പ്രേമമാണെങ്കിൽ ഇത് ഇവിടെ വെച്ച് നിർത്തി. ഈ 3000 കൊടുത്തതിന് തൊട്ട് എന്തൊരു തന്തല്! കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ വന്നിരുന്നു? അത് തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു പെങ്കൊച്ചനല്ലേ? ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. നാളെ നിന്റെ പെണ്ണും പിള്ളയെ പറ്റി നീ പറയുവോ? അത് തന്തലേടിയാണ്. എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്തോ ആയിക്കോട്ടെ, സ്വന്തം പെങ്ങളെ പറ്റി അത് കണ്ടന്റ് ആണെങ്കിലും അത് റിയൽ ആയിട്ടാണെങ്കിലും ഇതൊക്കെ ഇവിടെ വന്ന് ഞങ്ങളോട് പറയേണ്ട കാര്യം എന്ത് പറയാ മൈരേ? ഇവന് എതിരെ വരുന്ന വകുപ്പ് വെച്ചിട്ട് പോലീസിന് ഇവനെതിരെ കേസെടുത്ത് ഇവൻ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കാനുള്ള വകുപ്പ് വരെ ഉണ്ട്. ഇന്ന് വെട്ടി പൊളിക്കും. ഈശ്വര, ഞാൻ ഇനി എവിടെ പോയി വിളിക്കും? എടി, ഇത്രയും വലിപ്പമില്ലായിരുന്നെങ്കിലേ ഇതുപോലത്തെ ജീവിയാണ് നിന്റെ ചെവിയിൽ കയറിയിട്ടുണ്ടായിരുന്നത്. എന്റെ ബുദ്ധിപരമായിട്ടുള്ള നീക്കം കാരണം ഒരു ആശുപത്രി ട്രിപ്പ് നമുക്ക് ഒഴിവാക്കാൻ പറ്റി. എടാ, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ചെറിയൊരാളൊന്നും അല്ല. എന്നെ ഹനുമാനിലായിരുന്നു എല്ലാരും വിളിച്ചിരുന്നത്. നീ MBBS വല്ലതും പഠിച്ച് രക്ഷപ്പെടേണ്ട ഒരാളാ. എന്താ നിന്റെ ഉദ്ദേശം? മതി. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ, ഞാൻ വരട്ടെ. എങ്ങട്? അല്ല, ഞാൻ പോട്ടെ.